ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്കിലെ കോറിലേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ വരുന്ന കൺകറന്റ് ഡീവിയേഷൻ മെത്തേഡ് എന്ന് പറയുന്ന ഒരു പാർട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. കോറിലേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ കുറെ ക്ലാസ്സുകൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്കുമായി ബന്ധപ്പെട്ട കുറെ ക്ലാസ്സുകൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിന്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആ ക്ലാസ്സുകളൊക്കെ വാച്ച് ചെയ്യുക. അതോടൊപ്പം എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ ക്ലാസ് അയച്ചു കൊടുക്കുക. എന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ ക്ലാസ്സുകളും നിങ്ങൾക്ക് കൃത്യമായിട്ട് ചാപ്റ്റർ വൈസ് ആയിട്ട് ലഭിക്കുന്നതാണ്. അതിനായിട്ട് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. കൺകറന്റ് ഡീവിയേഷൻ മെത്തേഡ് നമ്മൾ എന്തിനാണ് അപ്ലൈ ചെയ്യുന്നത്? ഇറ്റ് ഇൻഡിക്കേറ്റ് വെദർ ദി കോറിലേഷൻ ഈസ് ടുവാർഡ്സ് പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഡയറക്ഷൻ. കോറിലേഷൻ പോസിറ്റീവ് ഡയറക്ഷനിലാണോ അല്ലെങ്കിൽ നെഗറ്റീവ് ഡയറക്ഷനിലാണോ എന്ന് കണ്ടെത്താനാണ് നമ്മൾ ഈ ഒരു കൺകറന്റ് ഡീവിയേഷൻ മെത്തേഡ് അപ്ലൈ ചെയ്യുന്നത്. ഇവിടെ കൺകറന്റ് ഡീവിയേഷൻ മെത്തേഡ് അപ്ലൈ ചെയ്തുകൊണ്ട് കോറിലേഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഇക്വേഷൻ എന്താണ്? അതായത് RC എന്ന് നമ്മൾ ഷോർട്ടായിട്ട് പറയും. കൺകറന്റ് ഡീവിയേഷന്റെ കോറിലേഷനെ RC എന്നാണ് ഷോർട്ടായിട്ട് പറയാം. പ്ലസ് ഓർ മൈനസ് റൂട്ട് പ്ലസ് ഓർ മൈനസ് 2C മൈനസ് n ഡിവൈഡ് ബൈ n ആണ്. ഇവിടെ എന്താണ് C എന്ന് പറയുന്നത്? C എന്ന് പറയുന്നത് നമ്പർ ഓഫ് പോസിറ്റീവ് സൈൻസ് ആണ്. നമ്പർ ഓഫ് പോസിറ്റീവ് സൈൻ, എത്ര പ്രാവശ്യം പോസിറ്റീവ് സൈൻ. ഇങ്ങനെ പറയുമ്പോൾ തിയററ്റിക്കലി പറയുമ്പോൾ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല. നമ്മൾ ക്വസ്റ്റ്യൻ പറയുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലായിക്കോളും. ഓക്കെ, നമ്പർ ഓഫ് പോസിറ്റീവ് സൈൻസ് ഇൻ ദി മൾട്ടിപ്ലിക്കേഷൻ റിസൾട്ട് കോളം. ഇനി n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് എന്താണ് പോസിറ്റീവ് സൈൻ ആൻഡ് നെഗറ്റീവ് സൈനിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ ബേസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ഈ ഒരു മെത്തേഡ് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത് പറയാം. ജസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. കാൽക്കുലേറ്റ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ബൈ ദി മെത്തേഡ് ഓഫ് കൺകറന്റ് ഡീവിയേഷൻ. ഓക്കെ, ഇവിടെ ഇയർ 1981 മുതൽ 1989 വരെ തന്നിട്ടുണ്ട്. സപ്ലൈ തന്നിട്ടുണ്ട്, പ്രൈസ് തന്നിട്ടുണ്ട്. സപ്ലൈ 80, 82, 86, 91, 83, 85, 89, 96, 93. Then price 146, 140, 130, 117, 133, 127, 115, 94, 100. ഓക്കെ, ഞാൻ ഇത്ര സ്പീഡിൽ ക്വസ്റ്റ്യൻ വായിച്ചു പോകുന്നത് ആ ഒരു ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയം കളയണ്ട എന്ന് വെച്ചുകൊണ്ടാണ്. വീഡിയോ വെറുതെ കൂടുതൽ ലെങ്ത് ആവുന്നത് കൊണ്ടാണ്. ജസ്റ്റ് നിങ്ങൾ വീഡിയോ പോസ് ചെയ്ത് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയിട്ട് ആദ്യം നോട്ട് ചെയ്ത് വെക്കുക, എന്നിട്ട് വർക്ക്ഔട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനെ വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് ജസ്റ്റ് നമുക്ക് തന്നിരിക്കുന്ന 3 കാര്യങ്ങൾ, ഇയർ, സപ്ലൈ, പ്രൈസ്. ഓക്കെ, ഇതിന് 3 ആദ്യം നമ്മൾ കാണിക്കുന്നു. എക്സ്ട്രാ കോളംസ് വരേണ്ടത് DX, DY, DX into DY എന്നുള്ള വേറെ 3 കോളം എക്സ്ട്രാ വരണം. ഓക്കെ, DX എന്നുള്ളത് എന്താണ്? ഡീവിയേഷൻ ഓഫ് X ആണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കുക, സപ്ലൈ എന്നതിനെ നമ്മൾ X ആയിട്ടും അതേപോലെ പ്രൈസ് എന്നതിനെ Y ആയിട്ടും എടുത്തു. ഓക്കെ, ഇതാണ് നമ്മൾ ചെയ്തത്. ഇനി DX എന്ന് പറയുന്ന കോളത്തിൽ, ഡീവിയേഷൻ ഓഫ് X എന്ന് പറയുന്ന കോളത്തിൽ നമ്മൾ കാണിക്കേണ്ടത് എന്താണ്? ഇത് തമ്മിലുള്ള ഡീവിയേഷൻ ആണ് കാണിക്കേണ്ടത്. അതായത് 80, 82 ആകുന്നു. അതായത് ഒന്നാമത്തെ വർഷം ഡീവിയേഷൻ ഉണ്ടാകൂല. ഒന്നാമത്തെ വർഷം ഡീവിയേഷൻ നമ്മൾ കമ്പയർ ചെയ്യാണ് ചെയ്യുന്നത്. ഇപ്പൊ ഒന്നാമത്തെ വർഷത്തിനെ കമ്പയർ ചെയ്തുകൊണ്ട് രണ്ടാമത്തെ വർഷം എന്ത് ചെയ്യാണ്? ഇവിടെ സപ്ലൈ ഇൻക്രീസ് ആണ് ചെയ്യുന്നത്. ഇപ്പൊ ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ എന്ത് കൊടുക്കും? പോസിറ്റീവ് സൈൻ കൊടുക്കും. നല്ല രീതിയിൽ മനസ്സിലാക്കുക. ഇനി അടുത്ത 82 എന്നുള്ള 86 ആവുന്നു. അപ്പൊ കൂടുകയാണ് ചെയ്തത് ഇവിടെയും. അപ്പൊ അവിടെയും എന്ത് ചെയ്യും? പോസിറ്റീവ് സൈൻ. 86 എന്നുള്ളത് 91 ആകുന്നു. അപ്പൊ അവിടെയും എന്താണ്? പോസിറ്റീവ് സൈൻ വരും. ഇനി 91 എന്നുള്ളത് 83 ആകുന്നു. ഇപ്പൊ കുറയുകയാണ് ചെയ്യുന്നത്. കുറയുമ്പോൾ നമ്മൾ എന്താകും? മൈനസ് എന്നുള്ള സൈൻ കൊടുക്കും. ഓക്കെ, ഇനി 83, 85 ആകുന്നു. അപ്പൊ ഇവിടെ പോസിറ്റീവ് ആണ്. 85, 89 ആകുന്നു. ഇപ്പൊ പ്ലസ് ആണ്. ഇനി 89, 96 ആകുന്നു. അവിടെയും പ്ലസ് സൈൻ ആണ്. ഇനി 96, 93 ആവുന്നു. അപ്പൊ എന്താവും? മൈനസ് സൈൻ ആവും. ഓക്കെ, ഇതേപോലെ പ്രൈസിന്റെ ഇതും നമ്മൾ കൊടുക്കുക. 146, 140 ആവുന്നു. ഒന്നാമത്തെ കോളത്തിലില്ല. 146, 140 ആവുന്നു. ഇവിടെ എന്താണ്? മൈനസ് ആണ്. 140, 130 ആവുന്നു. അവിടെയും കുറവാണ്. 130, 117 ആകുന്നു. അപ്പൊ അവിടെയും കുറവാണ്. ഇനി 117, 133 ആവുന്നു. അപ്പൊ അവിടെ എന്താണ്? പോസിറ്റീവ് ആണ്. 133, 127 ആവുന്നു. അപ്പൊ മൈനസ് ആണ്. 127, 115 ആകുന്നു. മൈനസ് ആണ്. 115, 94 ആകുന്നു. അവിടെയും കുറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ മൈനസ് സൈന്. 94, 100 ആകുന്നു. അപ്പൊ പോസിറ്റീവ് സൈൻ. ഓക്കെ, ഇത്രയാണ്. സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആണ്. ജസ്റ്റ് നിങ്ങൾ കൂടുന്നു കുറയുന്നു നോക്കിയിട്ട് പോസിറ്റീവും മൈനസും എന്ത് ചെയ്യുക? കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഒന്നാമത്തെ കോളത്തിൽ ഒന്നുമില്ല. ജസ്റ്റ് ഞാൻ അവിടെ വരഞ്ഞത് കൊണ്ട് മൈനസ് ആണെന്ന് വിചാരിക്കും. അത് മനസ്സിലാക്കുക. ഇവിടെ ഒന്നുമില്ല, മൈനസും ഇല്ല, പ്ലസും ഇല്ല. ഓക്കെ, അത് ഒന്നും കൊടുക്കണ്ട. നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അത് ഡൗട്ട് ആയിരിക്കും. ഓക്കെ, അവിടെ ഒന്നുമില്ല. ഒന്നാമത്തെ കോളത്തിൽ ഒരു മാറ്റവും വരുന്നില്ല. ഓക്കെ അല്ല. ഇനി അടുത്ത നമ്മൾ ചെയ്യേണ്ടത് DX into DY ആണ്. ഈ DX ഉം DY ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം.
പ്ലസും മൈനസും മൾട്ടിപ്ലൈ ചെയ്താൽ എന്താണെന്നുള്ളത് അത് അറിയണം. ഓക്കെ, അതറിയാമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റൂ. പ്ലസും മൈനസും മൾട്ടിപ്ലൈ ചെയ്താൽ മൈനസ് ആണ് വരിക. ഓക്കെ, അതായത് -2 + 2 എന്ന് പറഞ്ഞാൽ എന്താ വരിക? -4 എന്നുള്ളതാണ്. അപ്പൊ ഇതേ രീതിയിലാണ് വരിക. അപ്പൊ പ്ലസും മൈനസും ഇവിടെയും മൈനസ് ആണ് വരിക. പ്ലസും മൈനസും മൈനസ് ആണ്, ഇവിടെയും പ്ലസും മൈനസ് മൈനസ് ആണ്. പ്ലസും മൈനസും മൾട്ടിപ്ലൈ ചെയ്താൽ മൈനസ്, പ്ലസ് ഇൻറ്റു മൈനസ് മൾട്ടിപ്ലൈ ചെയ്താൽ മൈനസ്, ഇവിടെയും പ്ലസ് ഇൻറ്റു മൈനസ് മൾട്ടിപ്ലൈ ചെയ്താൽ മൈനസ്, ഇവിടെയും പ്ലസ് ഇൻറ്റു മൈനസ് മൾട്ടിപ്ലൈ ചെയ്താൽ മൈനസ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ കോളത്തിൽ ജസ്റ്റ് കൊടുക്കേണ്ടത്. അപ്പൊ ഇത് അറിയണം, പ്ലസും മൈനസും വന്നാൽ എങ്ങനെയാണ്, അത് മൾട്ടിപ്ലൈ ചെയ്താൽ എങ്ങനെയാണെന്നുള്ളത് അറിയണം. ഇനി നമ്മൾ ഇവിടെ കൺകറന്റ് ഡീവിയേഷൻ അപ്ലൈ ചെയ്തുകൊണ്ട് കോറിലേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതായത് ഇക്വേഷൻ എങ്ങനെയാണ്? R is equal to ± റൂട്ട് ± എന്താണ് 2c - n ഡിവൈഡഡ് ബൈ n എന്നുള്ളതാണ്. ഓക്കെ, ഇതാണ് ഇക്വേഷൻ വരുന്നത്. അതായത് R is equal to ± റൂട്ട് ± 2c - n ഡിവൈഡ് ബൈ n എന്നുള്ളതാണ് ഇക്വേഷൻ വരുന്നത്. ഇനി ഇവിടെ നമ്മള് C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പോസിറ്റീവ് സൈൻ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഉണ്ട് എന്നുള്ളതാണ്. അതായത് മൾട്ടിപ്ലൈ ചെയ്തതിനു ശേഷം കിട്ടുന്ന റിസൾട്ടിന്റെ കോളത്തിൽ എത്രയാണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്തതിൽ പോസിറ്റീവ് സൈൻ ഉള്ളത് എന്നുള്ളതാണ് C സൂചിപ്പിക്കുന്നത്. ഇവിടെ ഈ ഒരു കോളത്തിൽ പോസിറ്റീവ് സൈൻ എന്താണ്? നമ്പർ ഓഫ് പോസിറ്റീവ് സൈൻ 0 ആണ്, പോസിറ്റീവ് സൈൻ വരുന്നില്ല. ഇനി n എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് സൈൻ ആണ്. എത്ര സൈൻ ഉണ്ട് മൊത്തം? 1 2 3 4 5 6 7 8. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിനെ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുന്നു. ± റൂട്ട് ± എന്ത് വരും? 2c എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു c എന്ന് പറയുന്നത് 0 ആണ്. 2 ഇൻറ്റു 0 മൈനസ് n എത്രയാണ്? 8 ആണ്. ഡിവൈഡഡ് ബൈ എന്ത് വരും? 8 എന്ന് വരും. അതായത് ± റൂട്ട് ± 2 ഇൻറ്റു 0 0 ആയി പോകും. എന്ത് വരും? ഇവിടെ -8 ഡിവൈഡ് ബൈ 8 എന്നാകും. അപ്പൊ ഇവിടെ മൈനസ് ആണ് വരുന്നത്. അതായത് റൂട്ട് എന്ത് വരും? -1 എന്ന് വരും. -8 ഡിവൈഡ് ബൈ 8 എന്ന് പറഞ്ഞാൽ റൂട്ട് -1 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? ആൻസർ -1 എന്ന് ആൻസർ കിട്ടും. അതായത് -1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ എന്നുള്ളതാണ്. പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ എന്നുള്ളതാണ് ഇതിനർത്ഥം. ഓക്കെ, അപ്പൊ ഇത്തരത്തിലാണ് കൺകറന്റ് ഡീവിയേഷൻ മെത്തേഡ് അപ്ലൈ ചെയ്തുകൊണ്ട് നമ്മൾ കോറിലേഷൻ കാൽക്കുലേഷൻ നടത്തുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന, വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഈ ഒരു മെത്തേഡ്. അപ്പൊ കോറിലേഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പാർട്ടുകളും നമ്മൾ ഡിസ്കസ് ചെയ്തു. എല്ലാ ക്ലാസ്സുകളും കൃത്യമായിട്ട് വാച്ച് ചെയ്യുക. അപ്പൊ നമുക്ക് വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി കാണാം. താങ്ക് യു.